സാലിക്കിൻ്റെ ഷെയർ വാങ്ങിക്കാൻ വേണ്ടി ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് DFMൽ നിന്ന് നിങ്ങൾക്ക് ഒരു NIN നമ്പർ കിട്ടും. ആ NIN നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രോക്കർ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ തന്നെ ഒരു ബ്രോക്കറുമായിട്ട് സൈൻ ഇൻ ചെയ്യണം. അതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാം. എനിക്ക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുള്ള ഇന്റർനെറ്റ് സെക്യൂരിറ്റി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പം അതിൻ്റെ ഇന്റർഫേസ് ഏകദേശം ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ താഴെ ഹോമിൻ്റെ അവിടെ നമുക്ക് ഹോം ഓർഡർ ലിസ്റ്റ് ട്രേഡ് ഞെക്കുക. അതിനകത്ത് സാലിക്ക് അടിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് കാണും, അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് കാണാൻ പറ്റും ലാസ്റ്റ് ട്രേഡ്. അതിനകത്ത് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. സാലിക്കിൻ്റെ ഡീറ്റെയിൽസ്, സാലിക് MPJC, വോളിയം 0, ബിറ്റ് 0, 3.67 ആണ് അതിൻ്റെ കറന്റ് റേറ്റ്. അതിൻ്റെ മിനിമം ആസ്ക് റേറ്റ് 3.37 ആണ്, മാക്സിമം ആസ്ക് റേറ്റ് 3.40 ആണ്. പ്രൈസ് അവിടെ 0 തന്നെ കൊടുത്തത്. അതായത് നമുക്ക് പ്രൈസ് ഇപ്പോൾ കൊടുക്കുന്ന ഓർഡർ ടൈപ്പ് എടുക്കുമ്പോൾ അതിനകത്ത് ലിമിറ്റ് ഓർഡർ ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഓർഡർ കൊടുത്താൽ അത് 00 വരും. ലിമിറ്റ് ഓർഡർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൈസ് എക്സാക്ട് പ്രൈസിൽ മേടിക്കണമെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ മേടിക്കുന്ന മാർക്കറ്റ് പ്രൈസിൽ എത്ര കിടക്കുന്നു ആ പ്രൈസിൽ മേടിക്കും. നിങ്ങൾക്കിപ്പോൾ അത് കുറച്ച് വേണമെങ്കിൽ നിങ്ങൾ ലിമിറ്റ് ഓർഡർ ഇട്ട് ആ പ്രൈസ് അടിച്ചു കൊടുക്കുക. ഞാൻ മാർക്കറ്റ് പ്രൈസാണ് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ വാലിഡിറ്റി എന്ന് വെച്ചാൽ ഈ ഓർഡറിൻ്റെ വാലിഡിറ്റി ഞാൻ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര ദിവസത്തേക്കുള്ള ഈ ഓർഡർ ഇടണം. അതായത് ഇപ്പം ഫസ്റ്റ് ഞാൻ ഡേ എന്നുള്ള ഞെക്കിയാൽ ഒരു ദിവസത്തേക്ക് ആ വാലിഡിറ്റി നിൽക്കും. നമ്മളിപ്പോൾ ലിമിറ്റ് ഓർഡർ കൊടുക്കുമ്പോൾ നമുക്ക് ഈ പ്രൈസ് സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ പ്രൈസ് ഇപ്പം നിങ്ങൾ 3 ഇപ്പം പ്രൈസ് ബിഡ് പ്രൈസ് 3.60 ആണ്. 3.61 നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. മണ്ടയ്ക്കുന്ന എഴുതി കാണിക്കാം, ഗ്രീനിലും റെഡിലും എഴുതിയിട്ടുണ്ട്. അപ്പം എനിക്ക് 3.4 മതി. ഞാൻ 3.4 ഇട്ട് ഒരു ഡേ എന്നുള്ളത് സെലക്ട് ചെയ്താൽ ഒരു ഡേയിൽ എപ്പോഴും 3.4 വന്നാൽ അത് എക്സിക്യൂട്ട് ആകും. അല്ലെങ്കിൽ GTD ഇട്ടാൽ 18/4 വരെ ആ ഓർഡർ ഓണായി കിടക്കും. അതുവരെ ഈ പ്രൈസ് താഴെ വരുമ്പോൾ ഇത് എക്സിക്യൂട്ട് ആകും. GTW ഇട്ടാൽ ഒരു വീക്ക് ഫുള്ള് അത് ഓണായിട്ട് കിടക്കും, 19 വരെ. GTM ഇട്ടാൽ ഒരു മന്ത് വരെ ആ ഓർഡർ അവിടെ കിടക്കും. അതായത് ഏതെങ്കിലും പ്രൈസിന് താഴെ വരുമ്പോൾ കിട്ടാനോ അല്ലെങ്കിൽ മേളിൽ പോകുമ്പോൾ സെല്ലാകാനോ നമുക്ക് അങ്ങനെ ഓർഡർ ഇട്ടേക്കാൻ പറ്റും. ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്ന മറ്റേതാണ്. ഞാൻ മാർക്കറ്റ് ഓർഡർ ഇട്ടിട്ട് ഡേ എന്നുള്ളത് കൊടുക്കും. പിന്നെ ബാക്കിയൊന്നും നമ്മൾ സെലക്ട് ചെയ്യും, ക്വാണ്ടിറ്റി മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. ബാക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ ട്രേഡ് എന്ന് കൊടുത്തു. ഡേയിൽ മാത്രം, അത് ഇന്നത്തെ ഡേയിൽ ആ പ്രൈസ് അത് എക്സിക്യൂട്ട് ആകാൻ വേണ്ടി ഇട്ടേക്കുന്നത്. അപ്പം മാർക്കറ്റ് പ്രൈസ് ആണ് എക്സിക്യൂട്ട്. സബ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ നമ്മൾ സബ്മിറ്റ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. അതിനകത്ത് നമ്മുടെ പേര് അവിടെ എഴുതും. പിന്നെ സിമ്പിൾ സാലിക്ക്, ഡേറ്റ് ആൻഡ് ടൈം, പിന്നെ ആവറേജ് പ്രൈസ് 3.64 ആണ് ബൈ ചെയ്തേക്കുന്നത്. ആക്ഷൻ എക്സ്ചേഞ്ച് ബൈ ഫ്രം DFM. അന്നേരം തന്നെ ഒരു മെസ്സേജ് വരും നമ്മളിത് ചെയ്തത്. ഇങ്ങനെയാണ് നമ്മൾ ഇത് വാങ്ങിക്കേണ്ടത്. പുതിയൊരു പോർട്ട്ഫോളിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ചെറിയ സാലറി ഉള്ളവർക്കും ഒരു പോർട്ട്ഫോളിയോ ആവശ്യപ്പെട്ട് കുറേ മെസ്സേജ് നമുക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ ചെറിയ സാലറി ഉള്ളവർക്ക് ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ട് വന്ന പോർട്ട്ഫോളിയോ അങ്ങനെ തന്നെ ഉണ്ടാവും, പക്ഷേ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പോർട്ട്ഫോളിയോ അതിനകത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ UAE സ്റ്റോക്സ് ആണ് ആഡ് ചെയ്യുന്നത്. ചെറിയ സാലറി ഉള്ളവർക്ക് നമുക്ക് ഇവിടെ സേഫായിട്ട്, ചെറിയ സാലറി ഉള്ളവർക്ക് സേഫായിട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച്, അപ്പം റിട്ടേൺസ് ഇന്ത്യൻ മാർക്കറ്റ് കിട്ടുന്നവർ കിട്ടത്തില്ല, പക്ഷേ ചെറിയ സാലറി ഉള്ളവർക്കും റിസ്ക് ടോളറൻസ് ഉള്ളവർക്കും ഈ ഒരു പോർട്ട്ഫോളിയോ നമുക്ക് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് ചെറിയ പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വീഡിയോ ആയിട്ട് ഞാൻ ഇതിനകത്ത് കാണിക്കാം. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ മെമ്പർഷിപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ലോങ് ടൈമിൽ NRIകൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. സാലറിയിലുള്ള ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനും എല്ലാ മാസം ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഡിസ്ക്ലൈമർ ഉള്ളതെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസായിട്ട് ആരും എടുക്കരുത്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ റിസർച്ച് നടത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിക്കുക, എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കി വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.